ഹായ് ഹലോ എംആർ കോഴിക്കോട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം രാവിലെ നല്ല മഴയാണ് കേട്ടോ. ഇവിടെ നല്ല രാത്രി തൊട്ടേ ഉണ്ട്, നല്ല മഴയായിരുന്നു. രാവിലെയൊക്കെ എഴുന്നേറ്റ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത്, കുറേ ആളുകൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഓരോ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈർച്ചപ്പൊടി എന്ന് പറഞ്ഞാൽ പലരും ചിലപ്പോൾ അറിയാത്ത ആളുകളുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ നാട്ടിലേക്കുള്ള ഇങ്ങനെ മരം ഈരുന്ന സമയത്ത് ഉണ്ടാകുന്നതിന് ഇങ്ങനെ ഈർച്ചപ്പൊടി എന്നൊക്കെയാണ് പറയുക. ഓരോ ഭാഗത്തേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അതായത് നമ്മൾ മരമില്ലിൽ പോയാൽ അവിടുന്ന് നമുക്ക് കിട്ടും. അതായത് മരം ഈരുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന പൊടിയൊക്കെ വാരി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിന് പൈസ ശരിക്ക് 50 രൂപയാണ് ഒരു ചാക്കിനുണ്ടാവുക. പൈസ നമുക്ക് വാങ്ങേണ്ടി വരും. പക്ഷേ എന്നാലും ഒരു ചാക്ക് ഇപ്പോൾ 50 രൂപയ്ക്ക് നമ്മൾ എടുത്താൽ പെട്ടെന്നൊന്നും അത് തീരൊന്നുമില്ലല്ലോ. കുറേ ഉപയോഗിച്ചതിന് ശേഷമൊക്കെ അത് തീരുള്ളൂ. നമ്മളെല്ലാ പൊടിയും കൂടി എടുത്ത് തട്ടി കൊടുക്കുകയല്ല ചെയ്യുന്നത്. കാട്ട വീഴുന്നതിനനുസരിച്ച് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടി എടുത്ത് വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പുറത്തേക്ക് കാട്ടത്തിന് സ്മെല്ല് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവസാനം കൂടുതലാകുന്ന തോന്നുന്ന സമയത്ത് മാത്രം എടുത്ത് നമുക്കൊരു ഇതിലേക്ക് മാറ്റിയാൽ മതി. വേനൽക്കാലമൊക്കെ ആകുന്ന സമയത്ത് അതുപോലെ തന്നെ എടുത്ത് പുറത്തേക്ക് വെച്ച് കൊടുത്താൽ നന്നായിട്ട് വെള്ളം വലിഞ്ഞ് ഡ്രൈ ആയി കിട്ടും. പിന്നെ അത് ചാക്കിലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. എല്ലാ പൊടിയും കൂടെ ഒന്നും വാരി നമ്മൾ വിതറി കൊടുക്കുന്നൊന്നുമില്ല. 50 രൂപയാണ് സാധാരണ നമുക്ക് ഇവിടെയൊക്കെ ചാക്കിന് 50 രൂപയാണ്, അതും വലിയ ചാക്കിന് കേട്ടോ. പിന്നെ ഈ വിവിധ കോഴികൾ എത്ര രൂപയാണ്, ചെറിയ മക്കൾക്ക് എത്ര രൂപയാണ് ചോദിച്ചത്. ഞാൻ 230 രൂപയ്ക്ക് അങ്ങനായിരുന്നു ഇവിടുന്ന് വാങ്ങിയത്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ എന്തോ ഒരു പൈസയായിരുന്നു. പിന്നെ 400 സംതിങ് ആയിരുന്നു നമ്മളെ വലിയ കോഴികൾക്ക്. അതായത് മുട്ടയിടാൻ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കോഴികളെയായിരുന്നു. ഒരു 10 എണ്ണം ഞാൻ വാങ്ങി. 20 എണ്ണം ചെറിയ അത്യാവശ്യം ഒരു വലിപ്പമുള്ള മക്കളെയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വാങ്ങിയത്. പെട്ടെന്ന് തന്നെ മറ്റ് മുട്ടടാറായ കോഴി ഏകദേശം പെട്ടെന്ന് തന്നെ കുറഞ്ഞ് ഞാൻ വാങ്ങി കുറച്ച് കാലം കഴിയും. കുറച്ച് കാലമല്ല, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് മുട്ടയിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റ് നമ്മൾ വാങ്ങിയ ചെറിയ അതിൻ്റെ മക്കൾക്ക് BV380 കോഴി മക്കൾക്ക് 2 മാസം എന്തായാലും പിടിച്ചിട്ടുണ്ട് മുട്ടയിടാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട് ഇതിന് കൊടുക്കുന്ന മരുന്നിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മരുന്ന് കാൽസ്യം വൈറ്റമിനൊക്കെ കൊടുക്കുന്ന അതിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് കടയിൽ നിന്ന് വാങ്ങി കൊടുക്കാറില്ല. കടയിൽ നിന്ന് വാങ്ങി കൊടുക്കാത്തത് നമുക്ക് വെറ്റിനറി ഹോസ്പിറ്റൽ അടുത്തുള്ളതുകൊണ്ട് അവിടുന്ന് ഈ കാൽസ്യം ഇങ്ങനത്തെ വൈറ്റമിൻ മരുന്നുകളും വാങ്ങി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കടയിൽ നിന്ന് വാങ്ങി കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ മുട്ട ഇടാൻ വേണ്ടിയിട്ട്, കുറഞ്ഞ ഇതിൽ മുട്ട ഇല്ലാതെ ആയി പോയ സമയം ഉണ്ടായിരുന്നു. അത് ഞങ്ങളെ വീട് പണിയെ സംബന്ധിച്ചൊക്കെ കുറച്ച് ഇവരെ ശ്രദ്ധ കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുട്ട കുറയും. അത് കറക്റ്റ് നമ്മൾ ഫുഡൊക്കെ കൊടുത്തും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രോപ്പറായി കൊണ്ടുപോവുകയാണെങ്കിൽ ഇവർ നന്നായിട്ട് തുടർച്ചയായിട്ട് മുട്ടയിടും. കാരണം ഇപ്പം നന്നായിട്ട് ഇവർ മുട്ടയിടുന്നുണ്ട്. ഞാൻ കുറച്ച് ശ്രദ്ധ വിട്ടുപോയതും കൊണ്ട് മാത്രമാണ് എനിക്ക് കുറഞ്ഞ ഇതിൽ മുട്ട കിട്ടുന്നത് കുറവായിരുന്നു. അപ്പോൾ അത് പിന്നെ മുട്ട റെഡിക്ക് പ്രോപ്പറായി ഇടാനും വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ഞാൻ ഒരു മരുന്ന് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാനത് കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരും കാണാത്തതും അറിയാത്തതും ആയിട്ടുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് എടുത്തു നോക്കുക. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മരുന്നിൻ്റെ പേരും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തത്. പിന്നെ ഈ കോഴികൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുഡ് ഇപ്പം നിലവിൽ ഞാൻ ലെയർ മാഷാണ് കൊടുത്തത്. ചെറിയ മക്കൾക്ക്, അതായത് BV380 കോഴികളെ 2-3 മാസമായ മക്കൾക്ക് ഞാൻ അന്ന് കൊടുത്തത് ഗ്രോവറായിരുന്നു. ഗ്രോവർ പിന്നെ ഇവർ മുട്ടയിടാനാകുന്ന സമയം ഏകദേശം ആകുന്ന സമയത്ത് ഗ്രോവർ നിർത്തിയിട്ട് പിന്നെ ലെയർ മാഷിലേക്ക് മാറി. ഇപ്പോൾ ലെയർ മാഷ് മാത്രമാണ്, പൊടിയാണ് കേട്ടോ. ചില ആളുകൾ കാണാം പെല്ലറ്റ് അങ്ങനത്തെ ഇതൊക്കെ കൊടുക്കലുണ്ട്. ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാൻ ഫുള്ള് ലെയർ മാഷാണ് കൊടുക്കാറ്. ഇപ്പം ഞാൻ ചെയ്യുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഈ പച്ചിലകളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് കുറച്ചൊക്കെ ഒരു പിന്നെ മുട്ട ഇടുന്നത് നല്ല രീതിയിൽ മുട്ട ഇടാനും തുടങ്ങും. അതുപോലെ പപ്പായൻ്റെ ഇല നല്ലതാണ് കോഴികൾക്ക്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇങ്ങനത്തെ ഹൈടെക് കൂടുകളിലല്ലാതെ വേറെ രീതിയിൽ നമുക്ക് ഇവരെ പുറത്തിട്ട് വളർത്താൻ പറ്റുമോ എന്നുള്ളത്.
പുറത്ത് ഇടുന്നത് സാധാരണ നമ്മൾ നാടൻ കോഴികളെ പോലെ നമുക്ക് ഇവരെ പുറത്ത് തുറന്ന് വിട്ടിട്ട് എന്തായാലും വളർത്താൻ പറ്റാത്ത കോഴികളാണ്. അപ്പോൾ അതുകൊണ്ട് അല്ലാത്ത നമ്മൾ കെട്ടിയുണ്ടാക്കിയ കൂട് പോലെയൊക്കെ എന്താ പറയുക റൂം പോലെയൊക്കെ കെട്ടിയുണ്ടാക്കിയിട്ട് അതിൽ ഇടുകയാണെങ്കിൽ ഇവരെ അങ്ങനെ വളർത്താവുന്നതിന് കുഴപ്പമില്ല. അല്ല പിന്നെ അത് ചെയ്യുന്നതിനൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് കൂടുതൽ ചൂട് ആവശ്യമാണ്. അതുകൊണ്ട് കുറേ കോഴികൾ ഒരുമിച്ച് ഉള്ള ഒരു ഇതിലാണ് ഇവർക്ക് വളരാൻ കുറച്ചുകൂടെ നല്ല ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഇവർ കൂടി നിന്നിട്ട് വളരണം. അങ്ങനെയാണ് ഈ കോഴികളുടെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ശരിക്കും കൂട് ഇങ്ങനെ കെട്ടുണ്ടാക്കിയിട്ട് എന്താ പറയുക നമുക്ക് നമ്മളായിട്ട് പുറത്ത് ഇതുപോലെ ഹൈടെക് കൂടുകളല്ലാതെ ഉണ്ടാക്കിയിട്ടും ഇവരെ വളർത്തിയെടുക്കാം. അതിനുള്ള അത്യാവശ്യം നല്ല കൂടും കാര്യങ്ങളൊക്കെ വൃത്തിയും കാര്യമൊക്കെ വേണം. പെട്ടെന്ന് അസുഖം വരുന്ന കോഴികളുമാണ്. അപ്പോൾ മറ്റുള്ള കോഴികൾ നമ്മളെ നാടൻ കോഴീൻ്റെ മാതിരി പ്രതിരോധ ശേഷിയൊന്നും ഇവർക്ക് അധികം ഉണ്ടാവില്ല. അപ്പോൾ കൂടൊക്കെ എപ്പോഴും വൃത്തിയായിരിക്കണം. ഇവർ മെയിനായിട്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് കാട്ടുണ്ടാവും. അപ്പോൾ അത് കൂടുതലാവാതെ അതിനനുസരിച്ച് നീക്കം ചെയ്തും പിന്നെ നന്നായിട്ട് വൃത്തിയായി നടന്നും നമുക്ക് അങ്ങനത്തെ കൂട്ടിൽ നിന്ന് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഇവരെ കാട്ടങ്ങൾ മൊത്തം ഈ കൂടിൽ തങ്ങി നിൽക്കാതെ താഴോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പം അല്ലാത്ത കൂട്ടിൽ ഇവരെ ഇടുന്ന സമയത്ത് ആ കാട്ട മാക്സിമം അതിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് പിന്നെ നിറയുന്നതിനനുസരിച്ച് അത് നമ്മൾ നീക്കം ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിന് വേറെ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടി വരും. അങ്ങനെയും ഇവരെ വളർത്തുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ കോഴികൾ കൂടുതലും ഒരുമിച്ച് കൂടി നിന്ന് അവരെ തമ്മിൽ ആ ചൂട് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടി തന്നെ വളരണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഇങ്ങനത്തെ കൂട്ടിൽ ഒരു 4-5 കോഴികൾ അതായത് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇവർ വളർന്ന് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി.